അതെ കൂട്ടാ ബിജുക്കുട്ടാ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇന്നൊരു കയ്യടിയും പ്രോത്സാഹനവും ഒക്കെ തരേണ്ട ഒരു ടീം ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർ അവർക്കാരും നമ്മളൊരു കൈയടി കൊടുക്കുന്നു. അടിപൊളി. അപ്പൊ നിറഞ്ഞ കൈയടി തരണം. കാര്യം നമ്മൾ കിഡിലും സ്കിറ്റുമായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അനുവാദത്തോടെ നമ്മളങ്ങ് തുടങ്ങിയാലോ? ആദ്യത്തെ സ്കിറ്റ് അടിക്കാം. ആരെ വിളിക്കണ്ടേ? നല്ല കിടിലൊരു ടീമിനെ വിളിക്കും. കിടിലൻ ടീമായിട്ടും കിടിലും ആയിട്ടുമായിട്ട് ഞാൻ നോക്കുമ്പോ അവിടെ പറന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക 3 പേര് പറന്ന് നിൽക്കുക. വിളിച്ചാലോ? നമുക്ക് വിളിക്കാം. ശ്യാം, രാജേഷ് ആൻഡ് ബിജു. ഹലോ, ആരാണ്? യുവാസാനാ? അല്ലേ, പിന്നെ ആരാണ്? ഇത് ഗീതാറാണിന്റെ നമ്പർ തന്നെയാണെന്ന്. പിന്നെന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നത് ആജംസ വീഡിയോയാ? ഗോപ്പ് തരും, ഗോപ്പ്. ആജംസ വീഡിയോ. നിങ്ങൾ ഉദ്ഘാടനത്തിലൊക്കെ വലിയ ആൾക്കാരല്ലേ വിളിച്ചോണ്ട് പോണത്. ഇപ്പൊ ജന്മദിനത്തിന് ആശംസ പറയാൻ ഗീതാറാണി. ചുക്ക് തരും ഞാൻ, ചുക്ക്. ഒരു ഉണ്ടയും തരുന്നില്ല. എന്താണിപ്പം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കും. ഞങ്ങളിപ്പോൾ ഒരു ജോത്സ്യം വന്നിരിക്കുകയാണ്. ജോത്സ്യം ഒരു ചിത്തൻ്റെ ഒക്കെ. ഞങ്ങളെ ഇപ്പൊ ഇവിടെ മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞോണ്ടല്ലേ വെച്ചടി കയറ്റായിരിക്കും അവിടെ തീരുമാനടിയാവും. പിന്നെ നിങ്ങൾ പുറകെ നടക്കും, അവിടെ പുറകെ നടക്കും. അത് ഞാൻ കാണും കേട്ടാ. എന്നാണ് ഞാൻ ആരാണെന്നാ? ഞാൻ അവളുടെ ഭർത്താവാണ്. കമ്പിയല്ലടോ, കമ്പിയെ. ആ വെച്ചിട്ട് പോ, അങ്ങോട്ട് പോ. പറഞ്ഞ പൊക്കോളും. എന്താണ് പറയണ്ടത്? അല്ല പിന്നെ അല്ല, നീ ആരിറക്കും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഡോർ തുറന്നു ആരുമില്ല കേട്ടാ. ഇങ്ങോട്ട് കയറി പാടി പറ്റ. ഒരുപാട് അങ്ങോട്ട് കുടിക്കാതെ കേട്ടാ. ഇതെന്തോന്നാണത്? എന്താണ് ഞാൻ ഉത്തരവിക്കരുത്. ഇങ്ങോട്ടൊരു കൂളിംഗ് ഗ്ലാസ് ഒന്നും വേണ്ട. പിടിയോടെ ഒരു വെയിറ്റിനാണ്. ഇൻഷർട്ട് ചെയ്തേക്കണതാ? വെയിറ്റിനാണ്. ആ വണ്ടിക്കകത്ത് വെച്ചത് ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. വെയിറ്റിനാണ്. അഴിച്ചിട്ട് ഒരു വെയിറ്റും വേണ്ട. അഴിച്ചിട്ട് വയറ് കാണും. അഴിച്ചിട്ട് നോക്കേ. ഞാൻ ആർട്ടിസ്റ്റ്, ഞാനാ ഫെയിം. എനിക്ക് മുകളിൽ ആരെയും വളരാൻ ഞാൻ സമ്മതിക്കുന്നില്ല, കേട്ടല്ലോ. സൂക്ഷിച്ചു കണ്ടു നിന്നോണം എന്റെ മുന്നില്. ഞാൻ ആ ദിവ്യനൊന്ന് വിളിക്കട്ടെ, ആ ജോത്സ്യനെ. എന്തോ വിളിയാണ് വിളിക്കണത്. ജോത്സ്യനെ വിളിച്ചത് നീ എന്ത് തോന്നിയാസാണ് ഒരു ജോത്സ്യനെ ഇങ്ങനെയാണ് വിളിക്കണത്? പിന്നെ ഇങ്ങനെയാണ് വിളിക്കണത്. പിന്നെ അതൊരു സിദ്ധനാണ്, അല്ലാതെ ആലപ്പുഴയിലെ ചിത്തനല്ല. ആദ്യം മനസ്സിലാക്കാം. എന്തൊരു തോന്നിയാസത്തെ വിളിയാണ് വിളിക്കുന്നത്. അങ്ങോട്ട് മാറി നിൽക്കാൻ കൂടി, ഞാൻ വിളിക്കാം. ഞായറാഴ്ചയായിട്ട് മുടിവെട്ടാൻ പോയാലോ? അവിടെ ബംഗാളിപ്പോ ഞാൻ വെട്ടി കുളവാക്കി വരും. തന്നെയല്ലേ പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മമാര് എല്ലാവർക്കും കൂടെ വെട്ടാനുള്ള കാശ് വരെ കുഴപ്പമില്ല. ബാബുസ്വാമി, എന്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് ബാബുസ്വാമി. വന്നിട്ടുണ്ട്. ഒരുപാട് ഡാൻസ് കളിക്കും ബാബുസ്വാമി. എന്തെല്ലാം നല്ല ദിനങ്ങളായിരുന്നു. അങ്ങനെ ബാബുസ്വാമി ഞങ്ങൾ വന്നെന്താന്ന് വെച്ചാലേ, ഞാനെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആർട്ടിസ്റ്റ്, ഞാനാ ഫെയിം. ഔട്ട്. എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സോറി. എന്നെ മനസ്സിലായില്ലേ? ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഞാൻ ഒരുപാട് വെബ് സീരീസിലും റീൽസിലും ഉള്ള ആരാണ്? കാരണം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വെബ് സീരീസ് കാണുന്നത് എനിക്ക് കിട്ടുന്നില്ല. മോഹൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് വെബ് സീരീസിലുണ്ട് ഞാൻ. ക്ഷമിക്കണം കേട്ടോ, എനിക്ക് മനസ്സിലാകത്തില്ല. മോഹൻ കണ്ട് മനസ്സിലാകുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമല്ലോ. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലാകുന്നില്ല. വേണ്ട, എന്നെ മനസ്സിലാകാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് ശരിയല്ല. എനിക്കത് മനസ്സിലാകാത്തോണ്ടാണ്. ഞാൻ പോവുക. അല്ല, അതെ, ഗീതാറാണി വെബ് സീരീസ് അരി തിളയ്ക്കുന്നു, അമ്മ വിളിക്കുന്നു, വിടു മോലാളി എന്ന് പറഞ്ഞ വെബ് സീരീസ്. നായിക പതിവ്രതയുടെ 5ാമത്തെ ഭർത്താവ് എന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫാനല്ലേ. ഞാൻ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അല്ല, അതിലൊന്നും മോഹം കാണിക്കുന്നില്ലല്ലോ. അപ്പൊ അതാണ് തിരിച്ചറിവ് പേര് കിട്ടി. അതാണ് ഞാൻ എനിക്ക് അങ്ങനെ കിട്ടിയ. അതാണ് ഒന്നും വിചാരിക്കില്ല.
അതാരാന്ന് എനിക്ക് കിട്ടിയില്ല. എന്റെ ഹസ്ബൻഡ്. പേരിന് അല്ലല്ല, പേരെന്തോന്ന്? പേര് മണിയപ്പൻ, മണിയപ്പൻ. ഓ മണിയപ്പൻ, നല്ല പേരാട്ടോ. എന്തായാലും പറയൂ. ജോത്സ്യരെ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിട്ടായിരുന്നു. അല്ല അത് ദൈവത്തെ വിചാരിച്ച് ഉത്തരയ്ക്കല്ലേ. അതെന്ത്? ഞാനൊരു വാപ്പായ കോടാലിയാ. നിങ്ങൾ എന്തായാലും പറയും, ഞാൻ വെളുപ്പില്ല വല്ലതും വിളിച്ച് പറയും. നിങ്ങൾ ഇതുകൊണ്ട് യൂട്യൂബിലിടും 1 മില്യൺ അടിക്കും, ആൾക്കാർ എന്നെ തോളെ കയറാൻ വരും. അതുകൊണ്ട് എന്നെ ഉത്തരയ്ക്കല്ലേ. ദൈവത്തെ വെച്ച ഭവനെ ജോത്സ്യരെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഭഗവാനെ വിചാരിച്ച് പൈസ കടം ചോദിക്കല്ലേ. ഞാനിപ്പോ ഞായറാഴ്ച അണ്ണാഴ്ച പേടിച്ച് ഞാൻ അപ്പുറത്ത് ബാത്റൂമിൽ പാത്തിരിക്കുമായിരുന്നു. സ്ത്രീ ശബ്ദം കേട്ടോണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഞാൻ കടം ചോദിക്കരുത്. അയ്യോ, ഞാൻ പൈസ ചോദിക്കാൻ വന്നതല്ല. പിന്നെ ഞാൻ കരിയറിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാ. കരിയോയിലിനെ കുറിച്ച് ഇവിടെ വന്നോ വല്ല വാട്സാപ്പിലും ചോദിച്ചോ? ഞാനാന്നോ കരിയോയില്ല? കരിയോയിലല്ല, അവള് പറയണത് തെറ്റിപ്പോയിട്ട് ഇവളുടെ വളർച്ചയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാണ്. അതെ, അവർക്ക് വളർച്ച ഉണ്ടാവണേ ആദ്യം നിന്റെ തളർച്ചയൊന്ന് മാറ്റേ. എടാ, നിന്റെ മേൽച്ചൂട്ടില്ലാതെ നീ എന്തോ ഈ പറയുന്നത്? അങ്ങനല്ല, അതല്ല പറഞ്ഞത്. അതായത് അവളെ വളർച്ച, അവളുടെ കരിയർ ഉണ്ടല്ല, ഓഹോ, അമ്മ എതിര് നിൽക്കുകയാണ്. ഒന്നും പെറ്റതുള്ള ഒരു മകളുടെ വളർച്ചയ്ക്ക് എതിർ നിൽക്കാന്ന് പറഞ്ഞാൽ എന്തുവാ ഇത്? ഞാൻ എന്തുവാ ഇത് കേൾക്കുന്നത്? എന്തോ അങ്ങനെ? എന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അങ്ങനെ അമ്മയോ? ഈ തള്ളയുടെ തീരം പണിയാണ്. ഇവിടെ ആരെങ്കിലും വന്ന് അങ്ങ് തളർത്തി കളയുക. ഒരു ദിവസം ആരാണ്ട് വന്നപ്പോ ഞാൻ കള്ളനാന്ന് പറയാം. 14 ദിവസം റിമാൻഡ് കയറ്റി എന്നെ. അയ്യോ, ജോത്സ്യരുടെ അമ്മയുടെ കാര്യമല്ല ഈ പറഞ്ഞ. ആരുടെ കാര്യം പറയാ? താരസംഘടന അമ്മയില്ലേ നമ്മുടെ ഇപ്പൊ ശ്വേതാമേനോട് ഇരിക്കുന്നത്. അതെ അതെ അതെ. അല്ലല്ല, അത് ഞാൻ സംസാരിക്കും. അതിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ എന്തിനു വിലക്കുന്നു? അങ്ങനല്ല, അത് ഞാൻ സംസാരിക്കും. മെമ്പർഷിപ്പിന്റെ അല്ല. പിന്നെ ഇവിടെ മെമ്പർഷിപ്പിന് വേണ്ടി അമ്മയെ ചെന്ന് അവരുടെ ഓഫീസിൽ ചെന്നപ്പോ അവര് പറയാണ് മെമ്പർഷിപ്പിന് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ല, മുട്ടുകാലി വിളിക്കുമെന്ന് പറയും. അങ്ങനത്തെ വിലക്കിന് നമുക്കൊന്നും ചെയ്യാൻ മാർഗമില്ല കേട്ടോ. അത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലൊരു പേരെടുത്തൊരു നടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേരളത്തില് ശത്രുക്കളില്ല. എനിക്കൊരു എതിരാളി എന്ന് പറയാൻ കേരളത്തിലെ ഒരു നടിമാരും ഇല്ല. നടിമാരില്ല. പക്ഷെ ബോളിവുഡിൽ നിന്നും എനിക്ക് ശക്തമായിട്ടൊരു എതിരാളി ഉണ്ട്. ഈ പതുക്കെയൊക്കെ അഭിനയിക്കുന്ന ഒരു നടികളിലോ ഒരു ദീപിക പതുക്കെ. അങ്ങനെ ദീപിക പതുക്കെ ഊണാവുന്ന ഏത് നടിയാ? എന്താ എന്ത് ഭക്ഷണമാണ് പറയുന്നത്? ഒരു പേര് പോലും പറയാൻ നിനക്ക് അറിയത്തില്ല. ദീപിക പതുക്കോണല്ല, പിന്നെ ദീപിക പോപ്കോൺ. പോപ്കോൺ പതുക്കെ ഒന്നും അല്ലെന്ന്. ദീപിക പത്കോൺ, അങ്ങനെയാണ് അവരുടെ പേര്. അതുപോലും അറിയാതെ വന്നേക്കുന്നത്. അത് ശരി. ഞാൻ ശവിക്കാൻ ഇല്ലാതെ കളഞ്ഞിട്ട്. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഈ അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞ ഞായറാഴ്ചയാ എല്ലാവരുടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോ അല്ല ഇവിടെ അതൊന്നും അല്ല, മേട് കബഡിയൊക്കെ എടുത്ത് എറിയെല്ലാം കൂടെ. അതല്ല, അത് കുൽസിത പ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ. അല്ല അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നവനെ. അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടാ? എന്റെ പെറ്റതള്ളയാണ് സത്യം. ഞാൻ ഇന്നേ വരെ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഇരുട്ട് വാക്കിന് എന്തായാലും എന്റെ കൈപ്പാങ്ങിന് കിട്ടിയാൽ ഞാൻ എടുക്കും, ഞാൻ മണി വെച്ചു. അല്ലാതെ അതിന്റെ കേസ് വേറെ നടക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജോത്സ്യനെ കാണാനായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഞാനല്ലാതെ മറ്റേതെങ്കിലും താരങ്ങളോട് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ആരൊക്കെ, ഏതൊക്കെ താരങ്ങളാണ് വന്നിട്ടുള്ളത്? ഇഷ്ടം പോലെ. അതായത് മണിക്കുട്ടൻ എന്ന് പറയുന്ന പേരില്ലേ, മണിക്കുട്ടൻ കൊച്ചുണ്ണി. ആ പയ്യൻ ഇവിടെ വന്നിട്ടാണ് ഞാനാണ് രക്ഷപ്പെടുത്തി വിട്ടുകൊടുത്തത്. പിന്നെ അല്ലാതെ ഇവിടെ വരുമ്പോ മണിക്കുട്ടൻ മണി മാത്രമായിട്ടാ വന്നത്. ഞാനാണ് കുട്ടൻ കൂടെ കയറ്റി വിട്ടു. അങ്ങനെ മണിക്കുട്ടനായിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ. ഭയങ്കര ഇതല്ലേ മോഹൻലാലിന്റെ എത്ര സിനിമകൾ? പിന്നല്ല, പിന്നെ അതുപോലെ അവരുടെ കൂട്ടുകാരൻ പയ്യൻ വേറെ കലാപവും പ്രചോദനം. ഞാൻ ഇവിടെ വന്നിട്ട് ഞാനില്ലേ രക്ഷപ്പെടുത്തി വിട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുവോ, ഇങ്ങനെ കബഡിയൊക്കെ തടവി ഇരിക്കുവോ ഞാൻ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ പൂച്ച പോലെ ആ സൈഡിൽ വന്നിരിക്കുക. എന്നിട്ട് എന്നോട് പറയുവാ, സത്യത്തിൽ പരിപാടിയില്ല, രക്ഷപ്പെടുത്തണം. ഞാൻ പറഞ്ഞിങ്ങനെ പൂച്ച പോലെ ആരും കേൾക്കാതെ പറഞ്ഞാൽ എങ്ങനെ കിട്ടും? ഒച്ചത്തിൽ പറ. അങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞു പാരടിപ്പാട്ടാ ഇപ്പൊ സിനിമ സംവിധാനം ചെയ്യാൻ പോവാ. പിന്നെ മറ്റേ പയ്യൻ വരുമായിരുന്നു, കൂടെ ഉണ്ടായിരുന്നുള്ള ബിജുക്കുട്ടൻ. ഈ പയ്യന്റെ സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേന് അവരുടെ പുള്ളിയുടെ ഒറിജിനൽ പേര് കിലിക്കിട്ടനെന്ന്. അങ്ങനെ ഞാനാണ് അത് മാറ്റിയിട്ട് അത് പോരാന്ന് പറഞ്ഞിട്ട് ബിജുക്കുട്ടൻ ആക്കി. പക്ഷെ പുള്ളിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, പഴയ പേര് മറന്നിട്ടില്ല. ഇപ്പൊ ആ ഫ്ലവേ ചാനലിലൊക്കെ ഇരുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രധാനപ്പെട്ട ഈ തിരക്കഥാകൃത്തുക്കൾ കൊണ്ടല്ലോ എത്ര പേരാ വരുന്നത്? എത്ര? ഒരു പ്രൊഡ്യൂസർ കേട്ടോ, മേൽച്ചുണ്ടല്ലാത്തവനേടാ പ്രൊഡ്യൂസർ ഇങ്ങനെ വരുന്നു. ഉണ്ണി എന്നാണ് അദ്ദേഹത്തിന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് വരിക. എന്നോട് പറഞ്ഞു, സ്വാമി ഇതൊന്ന് വായിച്ചു നോക്കണം, എങ്ങനെയും രക്ഷപ്പെടുത്തി തരണം. അപ്പൊ ഞാനത് വായിച്ചു നോക്കി, സംഭവം കൊള്ളാം. ഞാൻ പറഞ്ഞു, ഈ സിനിമയുടെ പുറത്തിറങ്ങിയ സിനിമയുടെ പേരിലായിരിക്കും പ്രൊഡ്യൂസറായി നിങ്ങൾ അറിയപ്പെടുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നവര് കൊണ്ടുവന്ന പേര്, ആ പടത്തിന്റെ പേര് മണ്ണെന്നായിരുന്നു. ഞാനത് മാറ്റിയത് കിരീടം എന്നിട്ട് കൊടുത്തു. അപ്പൊ ആ പടം കയറി ഹിറ്റായി. ഇപ്പൊ പുള്ളി കിരീടം ഉണ്ണി എന്ന് പറഞ്ഞ് ഫേമസ് ആണെന്നല്ല. നേരെ പറഞ്ഞ് മണ്ണായിരുന്നെങ്കിലോ പുള്ളി ഇപ്പൊ മണ്ണുണ്ണി എന്ന് പറഞ്ഞ. അങ്ങനൊക്കെ ഞാൻ തമിഴിൽ നിന്ന് വരുമല്ലോ. പിന്നെ കമലഹാസന്റെ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റുമായിട്ട് വന്നിരിക്കുക. ആ പയ്യൻ ഇത് വായിച്ചു നോക്കിട്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോ ആ പയ്യൻ ആ പടത്തിനിട്ടിരുന്ന പേര് വാപുളന്താനെന്നായിരുന്നു. വാപുളന്താന നിന്റെ വായ നടക്കി, നിന്റെ വല്ലം പറഞ്ഞു.
ഞാൻ പറയുന്നത് മലയാളത്തിൽ ഓടുകയല്ല, വേറെ വിഷയം ഉണ്ടാവും. അങ്ങനെ ഞാൻ പേര് മാറ്റി കൊടുത്തു, സൂപ്പർ ഹിറ്റ് ആയി കമലഹാസൻ. ഏത് പേരായിട്ടത്? മറ്റേ ആളവത്തെ അല്ലെ ഒന്ന് ആലോചിച്ചോ, കമലഹാസൻ മുട്ടയടിച്ച് പോസ്റ്ററിനകത്ത് അവളത്തെ അങ്ങനെ ഞാൻ മാറ്റി കൊടുത്ത് എത്രയോ പടങ്ങൾ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യൂ. ജോത്സ്യൻ ഒന്ന് നന്നായിട്ട് നോക്കാമോ? ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇങ്ങോട്ട് വരുന്ന എടാ, ആ ജന്നല് വഴിയേ റോഡെ കൂടെ എത്ര കാറ് പോണു, ബൈക്ക് പോണെന്ന് എണ്ണടാ പോടാ. എന്ത് വൃത്തിയാണ് കാണിക്കുന്നത്? എനിക്ക് ഇങ്ങനെ അറിയാവുള്ളൂ നോക്കാൻ, എനിക്കറിയത്തില്ല. പിന്നെ തന്നെ ഞാൻ അറിയപ്പെടുന്ന വെബ് സീരീസ് താരമാണ്. അതെ എനിക്കറിയാം. ഞാൻ മീറ്റൂല് കേസ് കൊടുക്കും, അറിയാമോ? എന്തിനു എന്നോട് നോക്കാൻ പറ്റും? അയ്യോ അയ്യോ എന്തുവാ ഞാൻ എന്നോട് പറഞ്ഞാ. അതല്ല, നമുക്ക് ഈ കവടി നിർത്തി ഇത് നോക്കാമെന്നാ അത് പറഞ്ഞത്. നോക്കാം, അതിനിരിക്കണം. ഇരുന്നാ മതിയോ? അല്ല നമുക്ക് ഇരിക്കണേ. ഇതെന്താണ് കുബൂസ് എന്ന് എഴുതി വെച്ചേക്കണേ? കുബൂസെന്നോ? ഏതാണ്ട് കുബൂസ് എന്നല്ലേ എഴുതി വെച്ചേക്കണേ? ഇത് കുബൂസെന്നാണോ എഴുതി വെച്ചേക്കുന്നത്? എടാ ഇത് കുജൻ ബുധൻ സൂര്യൻ അതിന്റെ ടോട്ടമാണ് കുബൂസെന്ന്. ഞാൻ വായിക്കാൻ പഠിച്ചിട്ടുള്ളവരാ. കാര്യം മനസ്സിലാക്കണം, 3 പേര് നിൽക്കുമ്പോൾ ഡയലോഗ് ഷെയർ ചെയ്തടിക്കുക, അല്ലാതെ സാധനം ഇല്ലാന്നിട്ട് ആവശ്യമില്ലാത്ത ഈ സൈസ് ഉണ്ടാക്കിയ കൗണ്ടർ കൊണ്ട് അടിക്കാൻ നിൽക്കരുത് കേട്ടോ. കേട്ടോ, അപ്പൊ ഒരു കാര്യം ചെയ്യാ, ആദ്യം ഒരു 501 രൂപ ദക്ഷിണ അങ്ങോട്ട് വെക്കാം. പെട്ടെന്ന് ആട്ടത് എന്തുവാ നോക്കട്ടെ, ചില്ലറ കാണുന്നില്ലല്ലോ. ആ വേണ്ട, ചില്ലറ ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടോ? പെട്ടെന്നാട്ടെ. എന്നാ, സോറി ശരി. ഞായറാഴ്ച കൂടി വെട്ടാൻ പോയാലാ വേണ്ട, വേഗം കടിക്കാറുണ്ടോ? അയ്യോ ഇതെന്തോ 500 രൂപ ഒരു വിക്സ് മുട്ടായിയോ? ചില്ലറ ഇല്ല, 1 രൂപയുടെ ഒരു മിക്സ് കൂട്ടായി. എന്തോ ഒരു കഷ്ടമാണെന്ന് പറയാം. ഒരു ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടണം. അത് മാറണം, എന്നാലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ ഞാന് ഒരു 1 രൂപയുടെ വെള്ളത്തൂട്ടി ജപിച്ചു തരാം. അത് മതി. അത് പേഴ്സിൽ വെക്കുക. അപ്പൊ ഒരു ശകല ആശ്വാസം കിട്ടും കേട്ടോ. പിടിക്ക, ഇത് പേഴ്സിലേക്ക് വെക്കുക. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഇത് കിട്ടും. ഇത് ഞാൻ തന്നെ മിക്സ് മുട്ടായി ആണല്ലേ? അപ്പൊ ഇങ്ങോട്ടുണ്ടാക്കി അങ്ങോട്ടും ഉണ്ടാക്കും, അത് ആലോചിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മഹാകൂറ ഞാൻ കെട്ടിക്കൊണ്ട് വന്ന. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് നാളെ പറയാ. മീനത്തിൽ ഭരണിയാ മോം എന്തായി കേൾക്കുന്നത്? ഇല്ലാട്ടോ, ഇങ്ങനെ കേട്ടിട്ടില്ലാട്ടോ ഇതുവരെ. ഇല്ല. അല്ല എന്റെ ഇതുവരെ കബഡി ജീവിതത്തിൽ ഈ പ്രൊഫഷണൽ കബഡി മത്സരത്തിന്റെ ഇടയിൽ ഞാൻ കേട്ടിട്ടില്ല. അല്ല ഞാൻ ഇങ്ങനെ ഒരു നാളെ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മീനച്ചാറിടുന്ന ഭരണി എന്ന് പറഞ്ഞു. മീനച്ചാറിടുന്ന ഭരണി എന്നല്ല ഞാൻ പറഞ്ഞത്, മീനത്തിലെ ഭരണി. മീനത്തിലെ ഭരണി അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മൂലം. ഈ മൂലം വാടാ, ഈ നാറ്റം അത്ര ഇവിടെ ഉണ്ടാകുന്നു. ആ കൊച്ചു ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു കേട്ടോ. നീ ഒന്നും മിണ്ടായിരി. അപ്പൊ നമുക്കേ കബഡി വെച്ച് നോക്കാം, അല്ലാതെ കബഡി വെച്ച് നോക്കാം. അയ്യോ ഇതെന്തുവാ സംഭവിക്കുന്നത്? എന്തുവാ? അയ്യോ ഇതെന്തോ ചെയ്യാനൊക്കെ എന്ന് പറയുന്നത്. എന്നാ പറ്റിയ? ഇതെന്തോ സുഖമായത്. എന്റെ പെരുവരലേന്ന് പെരുത്ത് കയറുവാന്ന്. അയ്യോ ഈ കബഡിയെ കൈവെള്ളേ കിടന്ന് ഉരുളുമ്പോ എന്തോ സുഖമാണെന്നറിയാം. ഞാൻ ചില സമയത്ത് ഈ കബഡി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് ഉരുട്ടുന്നോ. ജോത്സരേ, ഈ നമുക്കിപ്പം അത്യാവശ്യം നല്ല കടമുണ്ട്. ഓഹോ, അപ്പൊ ഈ കടം തീരാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. കടം തീരാനായിട്ട് ഞാൻ നോക്കിട്ടെ, നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ജപിച്ചൊരു തകടങ്ങ് തരാം. അതെന്നാ തോന്നിയാസാണ് പറയണത്? അല്ലേ ദ്രവിച്ച ഒരു തകടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ എന്നെ എടുക്കാനാണ്. ജപിച്ച തകിട് തരാന്നാണ് പറഞ്ഞത്. ജപിച്ച തകിട് ഞാൻ തരും. ആ തകിട് മിണ്ടാതെ ഉരിയാടാതെ അവിടെ അരയെ കെട്ടി കൊടുക്കണം. അത് നടക്കുമെന്ന് തോന്നണില്ല കേട്ടാ. എനിക്ക് നാണമാണ്. ആ വലിച്ച് പിന്നെ അങ്ങനെയാന്ന് പറയുന്നത്. ആ കൊച്ചിനകപ്പെടുന്നു. അത് വേണ്ട കേട്ടോ. അതല്ല മെയിനായിട്ട് എന്താണെന്നറിയാവാ, ഇവക്കടെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നേ. ശരി, പുള്ളി അങ്ങ് മരിച്ചുപോയി. അപ്പൊ അമ്മാവന്റെ ഒരു 50 സെന്റ് തലവൊക്കെ കൊടുത്തായിരുന്നു. ഓഹോ, ഇപ്പം പുള്ളി ഉറക്കറ്റ് വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താണ്, ഉറങ്ങാൻ സമ്മതിക്കണില്ല. രാത്രി രാത്രി വന്ന് ആത്മാവായിട്ട് വന്നിട്ട് ഉറങ്ങാൻ സമ്മതിക്കണില്ല. ഞാൻ ഉറക്കമില്ലാണ്ടിരിക്കുകയാണ്. നീ ഉണർന്നിരുന്നിട്ട് എന്തിനാ? അങ്ങനല്ല, ഉറക്കം അത് വിട്. ഞാൻ കെട്ടിയെടുത്തോണ്ട് വന്നാണ്. ഞാൻ അവളെ കെട്ടിയത് മനസ്സിലായത് വേറെ ഒന്നിലുമല്ല. ഞാൻ പറയാം, ഇത് ഓൺലൈനിൽ നിർത്താം, അല്ല ഇത്ര ഡാമേജ് വരാൻ സാധ്യത കേട്ടോ. എടാ ഞാനൊരു കാര്യം പറട്ടെ, ഇതിപ്പോ ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യം പറയണം. ഇത് പുള്ളി സന്മനസാല എഴുതി തന്നതല്ല. ഇത് പുള്ളി ഉറങ്ങി കിടന്നപ്പോ കുജാലയ്ക്കകത്ത് തള്ളവരല് മുക്കി പതിപ്പിച്ചടിക്കാല്ലോ. സത്യം പറ. അല്ല പിന്നെ പുള്ളി രാത്രി വന്ന് ആത്മാവായിട്ട് ഉപദ്രവിക്കുന്ന കാര്യമില്ല. അല്ല അമ്മനെ നമ്മളെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പൊ ഉപദ്രവമാണ്. ഞാനൊരു കാര്യം നോക്കട്ടെ, ഞാൻ പുള്ളി ഒന്ന് വിളിച്ച് വരുത്താൻ പറ്റുമോ നോക്കട്ടെ. പുള്ളി അങ്ങനെ ആത്മാവിനെ വിളിച്ച് വരുത്തുവാണെങ്കിലേ ഞാൻ ചോദിക്കാം കേട്ടോ. ആളെ കൈ കിട്ടിയിട്ടുണ്ട്. കിട്ടി. ആള് വന്നു. എവിടാണ് ആള്? വന്നു. താ നിക്കല്ലേ താണ്ട വന്നത് അമ്മാവ. ഇതല്ലേ ഇതെന്തോ ഇത് വിളിച്ച പാടെ മുടി പോലും ചീപ്പാതെങ്കിൽ പോരി വന്നത്. സ്ഥലത്ത് പോരുമ്പോഴേ നല്ല കട്ട മീശയല്ലേ?
പിരിച്ചങ്ങോട്ട് വെക്ക്. അങ്ങനെ അങ്ങോട്ട് മിടുക്കനായിട്ടുണ്ടല്ലോ. മുടിയൊക്കെ മിടുക്കനായിട്ട് ഞാൻ ചോദിക്കുന്നത്, പിള്ളേർ ഈ രാത്രി വന്ന് പേടിപ്പിക്കേണ്ട കാര്യം എന്തുവാ? അതാ നീ ചോദ്യം. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. ഞാൻ അത് അങ്ങനെ പേടിപ്പിക്കരുത്. കാരണം ഇപ്പൊ എന്റെ ക്ലൈന്റാ, അതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തി. അത് എന്തിനു പേടിപ്പിക്കണം? ഓ അത് ശരി, അത് ചെയ്യാൻ ചെയ്യാം. അല്ല ഞാൻ എന്താ ഇരിക്കാം. ഞാൻ പറയാൻ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ഇത് ഒന്നാം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല. നിങ്ങൾ രാത്രി കിടന്ന് ഒഴിവിക്കണം, അവൻ്റെ ഉറക്കമോ പോട്ട് അവൻ ഉണർന്നിരുത്തിട്ട കാര്യം. പെങ്കൊച്ചിന് ഉറങ്ങണം, അവർക്ക് വർക്കുള്ളതാ. മനസ്സിലായോ? അപ്പൊ അതൊന്നും കൈകാര്യം ചെയ്യാം. അത് ഞാൻ ചെയ്തു തരാം. എഴുന്നേറ്റു, അത് ഞാൻ ചെയ്തു തരാം. സംഭവം എന്നാന്ന് വെച്ചാൽ, മരണശേഷം പുള്ളിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താന്ന് വിട്ടേ. പിന്നെ കർമ്മമൊക്കെ ചെയ്താണല്ലോ ഞങ്ങള്. കർമ്മമല്ല, അല്ലാതെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു. അല്ല, നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആണ്ടുതോറും ഞങ്ങൾ ഭക്ഷണം വെക്കാറുണ്ട്. ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ലെന്ന്. പിന്നെ എടാ, ഈ ചെലവ് കാശ് കൊടുക്കുന്നുണ്ടോ ആത്മാവിന്? മരിച്ച ആൾക്ക് എന്തിനാണ് ചെലവ് കാശ്? അല്ലേ, അതുകൊള്ളാം. മരിച്ചാക്ക് പിന്നെ ചെലവ് കാശ് വേണ്ടായോ? അതായത് നിങ്ങൾ പറ്റിച്ചെടുത്താന്ന പുള്ളി പറയുന്നത് എല്ലാം കൂടെ. അതുകൊണ്ട് പുള്ളി സ്വർഗത്തിലും നരകത്തിലും കയറാൻ പറ്റാതെ ഇവിടെ കിടന്ന് കറങ്ങുക. അപ്പൊ പുള്ളിക്ക് ചെലവിന് പൈസ വേണം. ഇപ്പൊ ആരെങ്കിലും ഒരാൾ വന്ന് പുള്ളിയെ കല്യാണം വിളിക്കുന്ന ഒരു 1000 രൂപ ഇല്ല, അങ്ങനെ പുള്ളി പോകുന്നത്. 1000 രൂപ വേണ്ട. പുള്ളി ചത്തുപോയില്ലേ? ഞാൻ കൂടെ ഉള്ള ഒരു ആത്മാവ് പറയട്ടെ, ഇളയ കൊച്ചിന്റെ ബർത്ത്ഡേ ഒരു 500 രൂപ കാശ് വേണം, ഒരു കളിപ്പാട്ടം മേടിക്കണം. അത് അടിക്കുന്ന ആളാണോ? അടിക്കുമായിരുന്നു. പുള്ളി വൈകുന്നേരം നടന്ന് അടിക്കണോ? ഇല്ലയോ? അപ്പൊ ഒന്നും അങ്ങനെ ഈ കൂട്ടുകാരെ ഇങ്ങനെ ഷെയർ ഇട്ട് അത് എങ്ങനെയാ പറ്റിക്കുന്നത്? നാളെ വരത്ത് അവർ ചോദിക്കും ഷെയർ ഇടാൻ ഒരു 100 രൂപ വേണം. അപ്പൊ ആ പൈസ വേണം മാസം. പുള്ളിക്ക് അതിന്റെ ഇത് കൊടുക്കാനാ പറയുന്നത്. വല്ല അനർത്ഥങ്ങൾ വല്ലതും ഉണ്ടാവുക? പിന്നില്ലേ, ഉർമരണം വരെ നടക്കുമെന്നാ പറയുന്നത്. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ലൂസ് മോഷനുള്ള ഒരു ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഇങ്ങനെ. എടാ, തൂറി മരണം നടക്കുമെന്നാണോ ഞാൻ പറയാ? തൂറി മരണം നടക്കൂടാ. ഇവൻ എന്ത് പറയും? മേൽച്ചുണ്ടില്ല പറയുന്നത്. അല്ല, നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന പുള്ളി പറയും. പുള്ളിക്ക് ചെലവ് കാശ് കൊടുക്കണം. പുള്ളിക്ക് 10000 രൂപ വെച്ച് മാസം കൊടുക്കണം. 10000 രൂപയോ? 10000 രൂപ വെച്ച് കൊടുക്കണമെന്നാ പറയുന്നത്. അല്ല, എന്താ പറയുന്നത്? 10000 രൂപ മതിയോ? അത് ഞാൻ സെറ്റ് ചെയ്യാല. അതെ, 10000 രൂപ എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുന്ന എല്ലാ മാസവും 1-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പായിട്ട് ഇട്ട് കൊടുക്കണം. അയ്യോ, അതെന്തിന്? പുള്ളിക്ക് ഏതോ EMI കട്ടാനുണ്ട് 2-ാം തീയതി. അതാ അല്ല, അതൊക്കെ കാരണം എന്താണെന്നറിയോ? കട്ടായ പ്രശ്നം ഒന്നാമതേ പുള്ളിയുടെ സിബിൽ സ്കോർ താന്ന് കിടക്കുക. അതെങ്ങനെ സിദ്ധം കണ്ട്? ഞാൻ നേരത്തെ നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചില്ല, അപ്പൊ എനിക്ക് മനസ്സിലായി. എങ്ങനെ അത് ഞാൻ ചോദിച്ചട്ടെ. അക്കൗണ്ട് നമ്പർ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇട്ട് കൊടുക്കണത്? ഇപ്പൊ കാര്യം ശരിയാ നിങ്ങൾ ചോദിക്കുന്നതിലും ഞാൻ ചോദിക്കുന്നതേ, ഈ അക്കൗണ്ട് നമ്പർ ഉണ്ടോ? എങ്ങനെ ഇത് സെറ്റ് ചെയ്യണ്ട? അയ്യോടാ, ഇതൊക്കെ ഇപ്പൊ എന്നോ ഞാൻ സെറ്റ് ചെയ്യാം. ചോദിച്ചു അതിന്റെ അവിടെ ഒരു കോമഡി. പിന്നെ ഇപ്പൊ പുള്ളി പറയുന്ന പുള്ളിയുടെ കയ്യിൽ ഇരുന്ന അക്കൗണ്ട് പുള്ളി അത് കട്ടായി പോയി. അയ്യോ, ഫീസായി. അപ്പൊ പുള്ളി പറയുന്ന പുതിയൊരു ചെറിയ ഗൂഗിൾ പേ അങ്ങനെ സംവിധാനം ഉണ്ടായി കൊടുക്കാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മന്ത്രത്തിലൂടെ ഒരു ഗൂഗിൾ പേ നമ്പർ സെറ്റ് ചെയ്ത് തരാം. പുള്ളി അത് മതി. നമുക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു നമ്പർ സെറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പോരായോ? അപ്പൊ ഒരു നമ്പർ ഞാൻ സെറ്റ് ചെയ്ത് അതായിരിക്കും. ഞായറാഴ്ചയായിട്ട് മുടിവെട്ടാൻ പോയാലാ തലയ്ക്കകത്ത് പേര് കടിച്ചിട്ടില്ല. 98 98 47 47 30 30 14 70 98 98. എത്ര എണ്ണം ഉണ്ട്? അയ്യോ, 12 നമ്പർ. ബാക്കി 2 കട്ടി. ഇപ്പൊ 10 നമ്പർ. പുള്ളിയുടെ പേരെന്തുവാ? നാരായണ. അങ്ങനെ സേവി. നാരായണൻ എന്നുള്ള പേര് സേവി. ഗൂഗിൾ പേ പുള്ളിയുടെ. ഇതിലേക്ക് മാസം 1-ാം തീയതി രാത്രി 12 മണിക്ക് മുമ്പ് 10 രൂപ ചുറ്റു കൊടുത്തോണം. അത് ശരി. അപ്പൊ അങ്ങനെയാണ് വേറെ ഉത്തരം ഉണ്ടാകത്തില്ല. അല്ല, നമ്മളിപ്പോ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യം. ഇപ്പൊ കൊടു. ഈ മാസത്തെ നേരത്തെ കൊടുക്കും. പിന്നല്ല പോലും അമ്മാവൻ ഇട്ട് കൊടുത്തോ. അതെ, പോയിട്ടുണ്ട്. പുള്ളിയുടെ ശരി വീണല്ല. പിന്നെ ഇനി പിള്ളേർക്ക് ശല്യത്തിനോ പ്രശ്നത്തിനോ ചെല്ലരുത്. ഞാനത് പറയുക. സന്തോഷം. അത് സെറ്റ് ചെയ്തല്ലോ, പിന്നെന്തുവാ? സെറ്റ് ചെയ്തില്ല സുഹൃത്തെ, അത് വീണു. പിന്നെ അതിനകത്ത് വെറുതെ തർക്കത്തിനകത്തൊക്കെ പിടിച്ച് വെറുതെ വരുവാന്ന്. അപ്പൊ ജോത്സ്യരെ, ദക്ഷിണ എന്തെങ്കിലും 1 രൂപ മേടിക്കത്തില്ലല്ലോ. ഇതിനുള്ള കാര്യത്തിന് 1 രൂപ കൈനീട്ടി മേടിക്കുന്ന ഒരാളല്ല ഞാൻ. നമുക്കറിയാവുന്ന ഒരു സാധനം ഈ കുടുംബയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതെ കേട്ടോ. ചെല്ലെ ധൈര്യമായിട്ട് മാസം പൈസ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ അവസാനം നമ്പർ ഞാൻ സേവ് ചെയ്തിട്ട് മാസം പൈസ കൊടുക്കാം. കറക്റ്റായിട്ട് കേട്ടോ. ധൈര്യമായിട്ട് പോവാണ് കേട്ടോ. അയ്യോ, പൈസ മറക്കല്ലേ. 1-ാം തീയതി 12 മണിക്ക് കേട്ടോ. ഇങ്ങനെ ഒരു കിഴങ്ങി ഒരു കൊള്ളേന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള മണ്ടന്മാരെല്ലോണ്ടാണ് നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത്. അല്ല, ഈ ഒരു മഹാസിദ്ധനുണ്ട്, ഈ നിവിൻ പോളി, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ് സർവം മായ. ശ്യാം, രാജേഷ്, ബിജു 3 പേരും മത്സരിച്ച് തകർത്താടിയ സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. മത്സരിച്ച് ആടുകയായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഈ സ്കിറ്റിന്റെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ആദ്യം ബിജുക്കുട്ടൻ തുടങ്ങി. ഒരു രക്ഷയില്ലട്ടോ.
ഭയങ്കര സ്കിറ്റായിരുന്നു കേട്ടോ. ഇതിന് എവിടെ തുടങ്ങണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രക്ക് ഗ്രാൻഡായിരുന്നു. ശ്യാമിനെ എന്തോരം പറഞ്ഞാലും നമുക്ക് അഭിനന്ദിക്കാം, അത്രക്ക് അതിലും വലുതാ മേലെ നിങ്ങൾ ചെയ്ത്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് രാജേഷിൻ്റെ കാര്യം പറയാനുണ്ട് കേട്ടോ. രാജേഷ് ഗംഭീര ക്യാരക്ടറായിരുന്നു കേട്ടോ. കാരണം ശ്യാമൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ മൂന്നുപേരും അറിയാം. എങ്കിലും എടുത്തു പറയേണ്ട, ഈ സ്കിറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാജേഷിൻ്റെ ആ ഒരു പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പുള്ള ക്യാരക്ടർ, അത് ബ്രില്യൻ്റ് സാധനമാണ്. അതിൻ്റെ ലാംഗ്വേജ്, അതിൻ്റെ വോയിസ് മോഡുലേഷൻ, അത് പിന്നെ നിങ്ങളുടെ ഈ ബോഡി ലാംഗ്വേജ്, സ്പെക്സ്, ഈ മീശ പറഞ്ഞുകൊണ്ട് മേൽച്ചുണ്ട്, ഇതെല്ലാം ഒരു പുതിയൊരു ക്യാരക്ടർ ഉദയം എന്നൊക്കെ പറയില്ലേ, അത് തീർച്ചയായിട്ടും ഈ സ്കിറ്റിലുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു വോയിസ് നമ്മൾ വല്ലപ്പോഴും എവിടെയോ കേട്ടിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. നമ്മളത് നേരിട്ട് കണ്ടിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ പ്രയാസപ്പെട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മുടെ സൗണ്ടല്ല, വേറൊരു സൗണ്ടാണ്, പിന്നെ ബോഡി ലാംഗ്വേജ് വേറെയാണ്. പക്ഷേ ഞാൻ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധ പിടിച്ചിട്ട്, പക്ഷേ ഇങ്ങോട്ട് വലിച്ചിട്ട് പോകുന്നുണ്ട് ശ്യാമ്. എങ്കിലും അവിടെ കുറച്ച് നേരം ഞാൻ കണ്ണ് നടനുണ്ട്. അത് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത് എൻ്റെ പേരിലേണ്ട. പിന്നെ ശ്യാമും ബിജു, എൻ്റെ പൊന്നളി, ഇത് എന്ത് സ്കിറ്റാണത്! ഇങ്ങനത്തെ ഒരു മന്ത്രവാദിനെ അല്ലെങ്കിൽ ജോസിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മളാരും ഇങ്ങനെ ഒരു സ്കിറ്റ് കണ്ടിട്ടില്ല. കാരണം അത്രക്ക് വൈബായിരുന്നത്. ആ ഗ്രേസ്ഫുൾ ഉണ്ടല്ലോ. കാരണം നമ്മളെ അവതരണത്തിനുള്ള സാധാരണ ചിലവർ നല്ല കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മൾ ഡാൻസിനൊക്കെ ഗ്രേസ്ഫുൾ എന്ന് പറയൂലേ, പക്ഷെ നിങ്ങളുടെ അവതരണത്തിൽ ഭയങ്കര ഗ്രേസ് ആയിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു മണ്ടനാണെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞില്ല എങ്കിൽ ഇവരെന്തോരം മണ്ടത്തരമാണ് ലാസ്റ്റ് പറഞ്ഞിട്ടു, എന്തോരം മണ്ടന്മാരെ. പിന്നെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, നമ്മൾ മലയാളികൾ എന്ത് ചെയ്താലും ഇതിനകത്ത് വീഴുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുടുംബമായാലും അവരെന്തോരം നന്നാക്കാൻ നിന്നാലും നന്നാവില്ല. കാരണം സ്വന്തം ഗൂഗിൾ പേ വരെ പ്രേതത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, ആ പ്രേതമായിട്ടുള്ള ഇൻട്രാക്റ്റിംഗ് ഉണ്ടല്ലോ, അയ്യോ ഗംഭീരമായിരുന്നിട്ടാ. കാരണം ഇവിടെ പല പ്രേതങ്ങളും ബാധകളൊക്കെ വന്നിട്ട് സംസാരിക്കണൊക്കെ നമ്മൾ നേരത്തെ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ലൈഫ് ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഇയാളുടെ മീശ വരച്ചു വെച്ചതും ഹെയർ സ്റ്റൈല് ചെയ്തതും തോളത്തടിച്ചതും മൂന്ന് സ്ഥലത്താണ്. അതൊക്കെ കറക്റ്റ് പക്കയായിട്ട് ശ്യാമ ചെയ്തിട്ടാ. പിന്നെ അതിനകത്തുള്ള ഒരു തമാശ, ഇടക്ക് തമാശ പറയുന്നത്, പിന്നെ പിടിച്ചു വലിക്കുന്ന സാധനം, അതെല്ലാം ഇദ്ദേഹത്തിനെ നമ്മളിലേക്ക് ആവാഹിച്ച് ഒരാളവിടെ പ്രത്യക്ഷപ്പെടുത്തി. നിങ്ങൾ മൂന്ന് പേരും തകർത്ത് മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇവിടെ ഒരു ആക്ട് അല്ല കാണാൻ സാധിച്ചു, ഇവിടെ ഒരു വേട്ടയായിരുന്നു, വേട്ട. കാരണം കൗണ്ടർ നിറച്ച മെഷീൻ കണ്ണായിട്ട് നിങ്ങൾ മൂന്ന് പേര് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഫയർ ചെയ്യായിരുന്നു. ഞങ്ങളിന്ന് ചിരിച്ച് മരിച്ചെന്ന് വേണം പറയാം. അങ്ങനെ ആസ്വദിച്ച് ചിരിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു, ആക്ട് ആയിരുന്നു. എപ്പോഴും ശ്യാംഭായ് എപ്പോഴും ടോപ്പിലാണ്. പക്ഷേ ഇപ്രാവശ്യം രാജേഷ് ഭായ് ഗംഭീരമായിരുന്നു കേട്ടോ. ആ തുടക്കം തൊട്ടേ അതിനെ പിടിച്ച്, ആ ഡയലോഗ് മോഡുലേഷൻ പിടിച്ച്. ശ്യാംഭായ്ക്ക് രാജേഷ് ഭായ്ക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള അത് വേണം, സ്റ്റേജിലുള്ള ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ബിജു ഭായ് പല ഈ ഫീമെയിൽ കെട്ടി വന്നിട്ട് ഇത് എന്താ രസം. നമ്മൾ ഈ പുള്ളിയെ മനസ്സിലാക്കിയാൻ വേണ്ടി, അയ്യോ എന്നെ മനസ്സിലായില്ലെന്ന് തിരിഞ്ഞ് നടന്നു പോകുമ്പോണ്ടല്ലോ, അയ്യോ ചിരിച്ചിട്ട് ഞാൻ മുഖപ്പൊത്തി ഞാൻ ചിരിച്ചുപോയി. പിന്നെ എടുത്തു വരേണ്ട ഈ പെർഫോമൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ വേട്ടയിൽ നിങ്ങൾ ഞങ്ങളെ മൂന്നേരം കൊണ്ടുവന്നതാണ് അതിലേറ്റവും. പിന്നെ ഞാൻ മണിമാത്രമായിട്ട് വന്ന ആളാണ്. താങ്ക് യു. ചിരിച്ചു, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പറയേണ്ടത് പെർഫോമൻസിൻ്റെ പീക്ക്, അല്ലെങ്കിൽ 100% കൂടുതൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം. അതിന് സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ് നിങ്ങൾ മൂന്ന് ആർട്ടിസ്റ്റിനും, വളരെ സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ്. നിങ്ങൾ എന്താ അറിയോ, മൂന്ന് പേരും എങ്ങനെ ഇട്ടാലും 4 കാലേ നിൽക്കുന്ന കിടിലം ആർട്ടിസ്റ്റുകളാണെന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് നമ്മളിവിടെ ആസ്വദിക്കുക. കാര്യം ഈ ടോം ആൻഡ് ജെറിയെ കണ്ടിട്ട് നമ്മൾ ഓർത്തിച്ചിരിക്കും, ഓരോ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന പോലെ തുടക്കം മുതൽ. അതായത് ഞാൻ രാജേഷ് നിങ്ങൾക്കൊരു ഉഗ്രം കൈഡ് തരാം കേട്ടോ. നിങ്ങൾ ഈ രണ്ടുപേരും പറഞ്ഞ പോലെ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത്, പിന്നെ കറക്റ്റായിട്ടുള്ളൊരു ഭർത്താവ്, കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ ആ ക്യാരക്ടർ എങ്ങനെ പിടിക്കാവും. കാര്യം അവിടെ സൈലൻ്റ് ആയപ്പോൾ നിങ്ങൾ പറക്കുവാണ് ഇവിടെ. അപ്പോൾ ഇതിന് അത്രമാത്രം റിയാക്ഷൻസ് കിട്ടുന്നുണ്ട്. അവിടെ ശ്യാം ഇങ്ങോട്ട് വന്നു, ശ്യാമിൻ്റെ അകത്തൊരു മന്ത്രം ഭയങ്കരമായിരുന്നു. ഈ മറ്റേ മുടി വെട്ടണം, അവിടെ പോകണം, ബംഗാളിയാണ്, അവിടെ തൊട്ട് നമുക്ക് ചിരി കിട്ടി. അതിനുശേഷം ഫ്രണ്ടിൽ വന്ന് ഈ ആത്മാവിനെ കണ്ടുള്ള സംസാരം, അത് നമുക്ക് എന്താ പറയുക, ഭയങ്കര ആക്ഷൻ ആയിരുന്നു കേട്ടോ. അത് കണ്ട് തിരിച്ച്, കാര്യം ഇങ്ങനൊരു ഐഡിയ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്, ഇതിലേക്ക് എത്തും അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് എത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉഗ്രൻ ട്വിസ്റ്റാണ് നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അതാരും ചിന്തിക്കില്ല. 3 പേരും മനസ്സറിഞ്ഞ് കളിച്ചു. ഞങ്ങളതുകൊണ്ട് മനസ്സറിഞ്ഞ് ഇത്രയും കമൻറ്റുകൾ പറഞ്ഞു. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഇനിയും നല്ല സ്കിറ്റുകളോട്ട് വരാം. അടിപൊളി 3 പേര്. ഒരു കാര്യം പറയട്ടെ, ഈ അപ്പിയറൻസ് ശരിയാക്കി തന്നത്
ശ്യാമാണ്. അടിപൊളി. പറയാൻ പറഞ്ഞു. നോർമല് ആ ഒരു രൂപത്തിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അത് ക്യാരക്ടർ അങ്ങനെ അല്ല. ഇത് ഇങ്ങനെ ചെയ്യി ഇങ്ങനെ വെച്ച് ഈ മീശയൊക്കെ ഇങ്ങനെ വെച്ചാൽ ആ ഒരു കുറച്ചുകൂടെ കിട്ടും, ഒരു രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അല്ല, എനിക്ക് ക്ലൈമാക്സ് ഡയലോഗ് ഇഷ്ടപ്പെട്ടു. സർവം മായ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോസ്റ്റ് ചെയ്ത ഒരു സാധനങ്ങളും. അതുപോലെ ഈ അപ്പിയറൻസ് മാറ്റിത്തരാൻ കുറെ കാര്യമായിട്ട് ഞാൻ പറയുന്നു. പക്ഷെ ശ്യാം പറഞ്ഞിരിക്കണ ബിജുവിനും മീശ വെച്ച എന്തോ ഇത് കെമിക്കലി റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ മണിക്കൂട്ട നമുക്കിനി മാർക്ക് കൊടുക്കാം അല്ലേ? ഈ ജ്യോതിശാലത്തിന്റെ പേര് പോലെ ഒത്താലൊത്തെന്ന് പറയുന്നത് ഒത്തോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഒരു 19,000 രൂപ നൽകിയാണ്. അടിപൊളി. അപ്പൊ ഇനി അടുത്ത് ഞാൻ തരാം. ഞാനൊരു 20,000 രൂപ ആഡ് ചെയ്തു. അപ്പോൾ 39,000 ആയി. ഇനിയിപ്പോൾ ഈ ജ്യോതിശാലയം വളർത്തണോ ജ്യോതിഷം നിർത്തണോ എന്നൊക്കെ വേണ്ടത് നമ്മുടെ ബിജുക്കൂട്ടൻ തീരുമാനിക്കും. ബിജുക്കൂട്ടാ, ഓക്കെ. അപ്പൊ ബാലൻസ് തികയാത്ത ഞാൻ തന്നാക്കാം. ഓക്കെ, അതാ പിടിച്ചോ. പെട്ടത്. പക്ഷെ ശ്യാമേ, ഇതിന്റെ പിന്നിൽ ഇവരുടെ അമ്മാവൻ തന്നെ 10,000 രൂപ ഇട്ട് കൊടുത്തപ്പോൾ 75,000 രൂപ ഇങ്ങോട്ട് വന്നില്ലേ? പറഞ്ഞാമേ, എങ്ങനെ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കാരണം ഈ പറഞ്ഞാൽ നമ്മളെ ഈ 3 പേരുടെ ഒരു എന്താ പറയുക, നമ്മളൊരു കോമ്പിനേഷൻ തന്നെയാണ്. നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ കണ്ട ആളുമായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ മാനസികമായിട്ടൊരു പൊരുത്തമാണ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സഹോദരങ്ങളെ പോലെ കൂടപ്പുറപ്പുകളെ പോലെ നമ്മൾ 3 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പല വഴക്കും ഇടിയൊക്കെ അതൊക്കെ നടക്കും. ഇടിയില്ല, തർക്കങ്ങളൊക്കെ പലതും നടക്കും. പക്ഷെ അതൊക്കെ കുറച്ചേറി ഇതിന്റെ ഭാഗമായിട്ട്, അല്ലാതെ പേഴ്സണലുള്ള കാര്യങ്ങളല്ല. ഹെൽത്തി കോമ്പറ്റീഷൻ ഇതിന്റെ പരമായിട്ട് അത് വേണം, നന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, ഇത് എത്ര സമയം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടാവും? എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ? അതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാ ഇതൊരു ഉള്ളൊരു 2 പ്രാവശ്യം പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു നോക്കിട്ടോ. അടിപൊളി. നമ്മളൊരിക്കലും ഓവർ കോൺഫിഡൻസ് അല്ല. എനിക്ക് വയ്യാണ്ട് വന്നായിരുന്നു. എനിക്ക് ഇടയ്ക്ക് സുഖമില്ലാണ്ട് വന്നു. പിന്നെ ഈ സ്കിറ്റ് നമ്മൾ തുടക്കം പോലെ എഴുതുമ്പോൾ പോലെ അതിനെ ഫോളോ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിൽ കൗണ്ടറും കണക്ഷനും എല്ലാം ഉണ്ട്, കൂട്ടും എല്ലാം ഉണ്ട്. കഥയും കൊണ്ട് മനസ്സിലുണ്ട് കഥ. പിന്നെ ശ്യാമ് എത്ര പറയും, ഇത്രേ പറയുള്ളൂ എന്നുള്ളൊരു നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഇപ്പം. അപ്പൊ എന്തൊരു പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയാം. അതാണ്. അതെ. അതെ, ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഒരുപാട് ഈ ടൈമിന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടി 2 അടിപൊളി. എന്തായാലും 3 പേരും ഗംഭീരമായി. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ശ്യാം, രാജേഷ്, ബിജു, 3 പേർക്കും താങ്ക് യു. പ്രജിതേട്ടാ, ബിജുചേട്ടാ, ഇത് ഐറ്റം വേറെയിലെ ഇപ്പൊ ഏറ്റവും ജനപ്രിയമായി നിൽക്കുന്ന സെഗ്മെന്റ് ആണ് അടുത്ത് വരാൻ പോണത്. എന്താണ്? നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ. അതെ, നാട്ടിലെ കോമഡിക്കാർ. അപ്പൊ അതിലേക്ക് വരികയാണ് വിനോദ്, ഷാബു ആൻഡ് അഖിൽ. എടാ, ആ ടാർപ്പ് എടുത്ത് അങ്ങോട്ട് വലിച്ചു കെട്ടാങ്ങട്ട്. നീ എന്താ രാവിലെ ചന്ത കണ്ടോണ്ടിരിക്കുന്ന? ആ 10 കസേര എടുത്ത് അങ്ങോട്ട് നിരത്ത്. ഹലോ അണ്ണാ, ഞാൻ രാവിലെ എത്തിയണ്ണാ. അണ്ണാ 2 ദിവസം കഴിഞ്ഞേ ബോഡി കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ചന്ദ്രൻ ഭായി ഇടപെട്ട കേസായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും ഇല്ലാതാണ്. ബോഡി ഇപ്പഞ്ഞ് വരും. ഓ ശരിയാണോ? ഓക്കെ. ആഹാ, ബോഡി വന്നോ? ചന്ദ്രൻ ഭായ്, ഞാൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ എന്നോട് നിനക്ക് മനസ്സിലായല്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ ആംബുലൻസിന്റെ ആ ബോഡി ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ശരി. പെട്ടെന്ന് കാര്യം വേണ്ട, ബോഡി എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. റെഡിയല്ലേ? ഓക്കെ. പെട്ടെന്നോട്ട്. അയ്യോ ചന്ദ്രൻ ഭായ്, എന്താണ് മാറിപ്പോയി? മാറിപ്പോയെന്നല്ല, മാറിപ്പോയി. അയ്യോ, അതാ ആംബുലൻസിൽ കിടക്കണതേ മണിയണ്ണന്റെ ബോഡി അല്ല, പിന്നെ ആരാ? അണ്ണ ഒരു കാര്യം ചെയ്യും, ഈ ബോഡി അവിടെ കൊണ്ടുവച്ചിട്ട് മണിയണ്ണന്റെ ബോഡി എടുത്തോണ്ട് വേണ്ട. നീ എന്തോ പറയുന്നത്? 2 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ ബോഡി എന്റെ ഒറ്റ പവറിലാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ഇതേ കൂടെ മാറ്റിയെടുക്കാനേ ഇത് കളിപ്പാട്ടക്കടയൊന്നും അല്ല. എന്റെ പൊന്നണ്ണ, നിങ്ങൾ എന്തൊരു പറഞ്ഞാലും ശരി തന്നെ, ചേച്ചി ഈ ബോഡി കാണിക്കാൻ പറ്റൂല. അത് ആകെ വിഷയവും. അണ്ണ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു കാര്യം, നിന്റെ പ്രശ്നം എന്താ അത് പറ. അണ്ണാ, ചേച്ചി ഒരു കാരണവശാലും ഈ ബോഡി കാണരുത്. കാണാതെ ഇത് മറവ് ചെയ്യണം. അതാണ് പ്രശ്നം. നീ എന്നോട് നിൽക്കൂ. നിൽക്കാം. അങ്ങനെയാണെങ്കിൽ
ചേച്ചിയുടെ ബോഡി അല്ല സോറി അണ്ണന്റെ ബോഡി ചേച്ചി കാണാതെ നമുക്ക് മറവ് ചെയ്യാം. ഓക്കെ ഓക്കെ എന്റെ പൊന്നി ചേച്ചി പറഞ്ഞത് ആശദീപങ്ങൾ സാക്ഷി ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി അകവെരിയും മാരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. ചേച്ചിക്ക് ബോഡി കാണണ്ടത്. ഒരു നാട്ടുകടപ്പനുസരിച്ച് പറഞ്ഞതേ ഉള്ളു, എനിക്ക് കാണണം. ചേച്ചി ഒരുമാതിരി 2 വെള്ളത്തിൽ ചവിടുന്ന കാര്യം പറയില്ലേ. നിങ്ങൾ ഒന്നേ കാണണമെന്ന് പറ, അല്ലേ കാണണ്ടെന്ന് പറ. ഓണാർക്ക എനിക്ക് കാണണം, കാണണം, കാണണം. 10-40 ദിവസം നിങ്ങളുടെ കഴിഞ്ഞല്ലേ അന്നുള്ളതൊക്കെ ഇപ്പോഴും ഉള്ളു. അയ്യോ അതല്ല, അങ്ങനെ കഴിച്ചു ഒരു 2.5 പവന്റെ മാല ഉണ്ടായിരുന്നു, അതെനിക്ക് കാണണമെന്ന്. നിങ്ങൾക്കറിയാമോ, പൊന്നും പടവും കൊണ്ടുപോയി വിറ്റെങ്കിലും അങ്ങനെ എന്നെ പൊന്നുപോലാണ് നോക്കിയത്. ഈ നാട്ടിലുള്ള മിണ്ടാപ്രാണികളെ എല്ലാം അങ്ങനെ എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് പിന്നെ ആർക്കറിഞ്ഞുവിടാത്ത ചേച്ചി ഇങ്ങോട്ട് മാറിയാണ്. നിങ്ങൾ ഇത് കേൾക്കണം. രാജ്ഞി രാമായണം ഈ നാട്ടിൽ കിടക്കണ മിണ്ടാപ്രാണികളെ മൊത്തം അയച്ചു പറക്കിക്കൊണ്ട് ചന്തയെ കൊണ്ടിട്ട് വിക്കലല്ലേ പണി. അപ്പൊ മോശമാണ് പണി. എന്നെ ഒന്ന് കാണിക്ക്, കാണിക്ക്. ചേച്ചി ചന്ദ്രയെണ്ണം പറഞ്ഞ് നമ്മളെ പാരിപ്പള്ളിയിലെ ജലജ ചേച്ചി ഇല്ലേ, ചേച്ചി വന്നിട്ട് കാണിക്കാം. പാരിപ്പള്ളിയിലെ ജലജ, അവളും ഇയാളും തമ്മിലുള്ള കള്ളക്കളി മൊത്തം എനിക്കറിയാം. അവളെ ഈ പരിസരത്ത് അടുപ്പിക്കരുത്. ഇതാണ് വാശി. ഈ വാശി വെച്ചോണ്ട് അങ്ങനെ മുഖത്ത് പോലും നോക്കാതെ നിങ്ങൾ വായിക്കഴിയണം. വായ്ക്കരിയുടെ ആയാ മക്കളെ, വായ്ക്കരിയിടയാണെങ്കിലേ അങ്ങേരക്ക് റേഷൻ അരി എന്നെ കൊടുക്കണേടാ. അഞ്ച് ഇവിടെ നല്ല അരി ഞാനല്ലേ തിന്നോള്. എന്തായാലും എന്നെ ഒന്ന് കാണിക്കും നിങ്ങള്. നിങ്ങൾക്കറിയാമോ, കല്യാണം കഴിഞ്ഞ ആദ്യ നാളിൽ ഞാനും അങ്ങാരും കൂടെ എങ്ങനെയാണ് നടന്നതെന്ന്? അത് പിന്നെ ആർക്കറിഞ്ഞുവിടാത്ത മിന്നാര സിനിമയിലെ മോഹൻലാലും ശോഭനയും കൂടെ പോണ കണക്കല്ലേ. ഞാനും എന്റെ മണിയണ്ണനും കൂടെ പോകുമ്പം നാട്ടുകാർ പറയും മണിയണ്ണന്റെ കൂടെ ദേവത പോണ്, ദേവത പോണെന്ന്. ഓ അത് അങ്ങനെ ആയിരിക്കൂല. ബാധ പോണ്, ബാധ പോണ്. എന്നെ എന്റെ അണ്ണന്റെ ബോഡി ഒന്ന് കാണിക്ക്. നേരത്തെ പറഞ്ഞില്ലണോ, അത് തന്നെ വെച്ച് കാച്ച്. ചേച്ചി ചന്ദ്രയണ്ണം പറഞ്ഞ് കർമ്മി വരും, വന്നിട്ട് കാണിക്കാം. അയ്യോ, കണ്ണാക്ക് വിട്ട് കരിമീൻ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാ? വേണമെന്നപ്പോ ഒന്നും കൊണ്ടുവരത്തില്ലേ? എടാ, മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് സഞ്ചാരം കഴിഞ്ഞെടുത്താ പോരെ? എന്റെ പൊന്നി ചേച്ചി കരിമീൻ കൊണ്ടുവരണം എന്നല്ല, പിന്നെ കർമ്മി വരും, വന്നിട്ട് കാണിക്കും. അതായിരുന്ന അല്ലട സുഖു, ഈ പുള്ളിക്കാരൻ ആളെങ്ങനെയായിരുന്നു? അയ്യോ, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ. കഴിഞ്ഞ ദിവസം എനിക്ക് പനിയായിട്ട് ആശുപത്രി കൊണ്ട് ചെന്ന് ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് രാത്രിയാകുമ്പോ ആവി പിടിക്കണമെന്ന്. ഇങ്ങാരൊരു കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ കൂടെ ഒരു ഓസിട്ട് കുപ്പിയിലോട്ട് ഈ ആവി പിടിച്ച് 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 അവസാനം എക്സസൈസ് വന്ന് പിടിച്ച്. ചാരായം മാറ്റി എക്സസൈസ് വിട്ടെന്ന് പറയല്ലേ. അത് പിന്നെ നിനക്കറിയാം, എൻ്റെ അണ്ണനുണ്ടല്ല, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ ഭയങ്കര മടിയാണ്. പകരം തൊട്ടടുത്തുള്ള ബാറിൽ ചെന്ന് അവിടുത്തെ വെയിറ്ററോടെയാണ് എല്ലാം കരയും പറയുകയും ചെയ്യുന്നത്. എന്റെ പൊന്നോ, എന്നാലും ഡെയിലി വെള്ളം അടിക്കുമെന്ന് പറയില്ലേ. അപ്പൊ വെള്ളാഴ്ച കരള് പോയാണ് ആളെ പോയതല്ലേ? അയ്യോ അല്ല, അങ്ങാരി മരിച്ചത് കൊമ്പടിഞ്ഞാണ് മരിച്ചത്. അങ്ങനെയൊക്കെ കൊമ്പുണ്ടോ? അയ്യോ അതല്ല, ആറ്റിന്റെ കരയിൽ കുളിക്കടവിന്റെ അടുത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്ന അതൊടിഞ്ഞാണ് എത്തതെന്ന്. ചേച്ചി അത് എത്ര മണിക്കാണ്? ഒരു 4-4:30 ആയി കാണും. 5:30 ആയിരുന്നെങ്കിൽ എന്റെ പൊന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. അയാളാട്ടെ മീൻ പിടിക്കാൻ പോകുമ്പോ നാട്ടുകാരെ മൊത്തം കൂട്ടിന് വിളിച്ചോണ്ട് പോകും. സീൻ പിടിക്കാൻ പോകുമ്പോ ആരെയും കൊണ്ടുപോകൂല. അതുകൊണ്ട് എന്ത് പുളിക്കടല ഒരു ഒളിക്യാമറ. എന്നാലും നിങ്ങൾ എന്റെ അണ്ണന്റെ ബോഡി എന്നെ ഒന്ന് കാണീര്. ചാച്ചി ചന്ദ്രണ്ണ പറയാണ് കുളിപ്പിച്ചിട്ട് ബോഡി കാണിക്കാം. അയ്യോ, ജീവിച്ചിരുന്നപ്പോഴാ അങ്ങനെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീണിട്ടില്ല. ഇനി ചത്ത് ആ വെള്ളം കോരി കുടഞ്ഞ് പനി പിടിച്ച് ആ കണ്ണറ ദുഃഖം കൂടെ ഞാൻ തന്നെ കാണണോ? കേട്ടോ, അതാണ് സ്നേഹം. ഇവര് 2 ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്ട. ആസിക്ക് ചേച്ചി ആ മനസ്സ് വെച്ചോട്ട് അകത്ത് പോയി ബോഡി തൽക്കാലം കാണണ്ട. ഇല്ല ഇല്ല, ഇത്രയും സ്നേഹമുള്ള എന്റെ അണ്ണന്റെ ബോഡി ഇട്ടിട്ട് ഞാൻ പോവൂല. ചേച്ചി പേടിക്കണമെന്ന്. അണ്ണൻ മരിച്ചാലും ഒരു നക്ഷത്രമായിട്ട് ചേച്ചി നോക്കി അവിടെ തന്നെ നിൽക്കും. ഫസ്റ്റ്
അങ്ങാരെ സ്വഭാവം അനുസരിച്ച് നക്ഷത്രമായി കഴിഞ്ഞാൽ ഒന്നീ കോവളം ബീച്ചിന്റെ മുകളിൽ അല്ലെങ്കിൽ ഗോവ ബീച്ചിന്റെ മുകളിൽ അങ്ങാര് നിൽക്കത്തുള്ളൂ. ചേച്ചിക്ക് ചന്ദ്രനെ അറിഞ്ഞൂടാ. ചന്ദ്രൻ പറഞ്ഞ നക്ഷത്രം പറയുന്നിടത്ത് നിൽക്കും. ആ പറഞ്ഞു കൊറ അസുഖം. അയ്യോ തന്നെ ചേച്ചി, ചേച്ചി ഒരു കാര്യം ചെയ്യും, സങ്കടമൊക്കെ ഉണ്ടെന്നറിയാം. എന്തായാലും അകത്ത് പോയിരി, ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയെ കാണും. എന്നെ കാണിക്കോ? വിളിക്കണേ. ചേച്ചി ശരി. എന്റെ അന്നോ, എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് കണ്ടുപിടി, അല്ലെങ്കിൽ പ്രശ്നമാവുന്നു. ഇപ്പൊ എന്തൊരു ചെയ്യും? എന്തെങ്കിലും ചേച്ചി ഇടയ്ക്ക് ചെയ്യും. ഒരു ആശുപത്രിയുടെ കാര്യവും സ്കാനിന്റെ കാര്യവും പറഞ്ഞില്ലേ, അത് വെച്ചൊക്കെ കാച്ചാല പിടിക്കാം. നമുക്കൊരു കളി കളിക്കാം. ഓക്കേ? ചാച്ചി ചാച്ചി ചേച്ചി, കഴിഞ്ഞ ദിവസേ അണ്ണൻ ചേച്ചിയും കൊണ്ട് ആശുപത്രിയിൽ പോയില്ലായിരുന്ന? അയ്യോ, അത് എനിക്ക് സുഖമല്ലാതെ പോയതടാ. ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ചുമ്മാതല്ല, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നാ? ഓ, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? പൊന്നെ, ഭയങ്കര അസുഖമില്ലേ, ഉൾപ്രേഷാംബുലസം. അയ്യോ, അതെന്തൊരു അസുഖം? അതായത് അതിതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക. അയ്യോ, അതെന്തൊരു അസുഖമാണ്? അതായത് ഒരാളെ കാണുമ്പോ മറ്റൊരാളാണെന്ന് തോന്നും, മറ്റൊരാളെ കാണുമ്പോ അതാണെന്ന് തോന്നും. ഇതാണെന്ന് മനസ്സിലായ? ഇത് ചന്ദ്രനല്ലേ? അയ്യ, ചന്ദ്രനല്ല, ഇതാണ് തോട്ടത്തിൽ സോമൻ. അയ്യോ, സോമേനനാ? കണ്ടിട്ട് എനിക്ക് ചന്ദ്രനെ പോലെ തോന്നി. നീ എന്തായാലും സുഖം എന്നല്ല? ആ സുഖമൊന്നുമല്ല. പിന്നെ ആര്? ആ പാലുണ്ണി. എന്തരുണ്ണി? പാലുണ്ണി എന്ന്. അയ്യോ, എനിക്കിത് എന്തൊരു മാരകമായ അസുഖം. ദൈവമേ, എനിക്കപ്പോ എന്തൊരു പ്രശ്നം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മണിയണ്ണന്റെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ചേച്ചിക്ക് മണിയണ്ണനായിട്ട് തോന്നും. അയ്യോ, എന്റെ അണ്ണനെ, എനിക്ക് എന്റെ അണ്ണനായിട്ട് തന്നെ കാണണം, വേറെ ആരുമായിട്ട് കാണണ്ട. അയ്യോ, എനിക്ക് ഇത്ര മാരകമായ അസുഖമാണ്. എടാ, ഇത് മരുന്ന് കഴിച്ചാൽ മാറും? ഒരു 10 ദിവസം കഴിച്ചാൽ മാറും? 10 ദിവസം കഴിക്കണ്ട, ഒരു 3 ദിവസം കഴിച്ചാൽ മതി. 3 ദിവസം മരുന്ന് കഴിച്ചാൽ മാറും? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ബോഡി കൊണ്ട് ഫ്രീസറിൽ പോയി, ഞാൻ 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് അണ്ണനെ കണ്ടിട്ട് പിന്നെ അടക്കം ചെയ്താൽ മതി. അയ്യോ അണ്ണാ, ഇത് ഐറ്റം വേറെ നാട്ടിലെ കോമഡിക്കാർ. ഒരു ഉഗ്രം ഗൈഡ് നിങ്ങൾക്ക് തരണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്ത് നമുക്ക് പരിചയപ്പെടണ്ടേ? അതെ, പരിചയപ്പെടണം എല്ലാവരും. പരിചയപ്പെടണം. പറഞ്ഞു പേര്? എന്റെ പേര് അഖിൽ. അഖിൽ. എവിടെ നിന്ന് വരുന്നത്? ചടയമംഗലം, കൊല്ലം. കൊല്ലം. ഓക്കെ. വേറെ എന്താ ചെയ്യണത് അപ്പൊ? ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാണ്. കോളേജിൽ എന്ത്? അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുക. ഓ ഓ ഓ. ഏത് കോളേജിലാണ്? ഞാൻ അമൃത എഞ്ചിനീയറിംഗ് കോളേജ്, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. ഓക്കെ ഓക്കെ. അടിപൊളി. അപ്പൊ എന്താണ് ഇതിലേക്ക് ഇങ്ങനെ വരാൻ, നമ്മുടെ ഈ നാട്ടിലെ കോമഡിക്കാരിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ് ഉണ്ടായത്? അല്ല, ഞങ്ങള് കുറെ കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ കാക്കാരിശി നാടകത്തിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച്. പുള്ളിയുടെ ട്രൂപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. അങ്ങനെയുള്ള കുറെ നാളത്തെ പരിചയമാണ്. അഖിലിന്റെ ശബ്ദമൊക്കെ നല്ല രസമാണ് കേട്ടോ, കാരണം കോമഡിക്കൊക്കെ പറ്റിയൊരു ശബ്ദമാണ്, നല്ല രസമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുള്ളിനെ പരിചയപ്പെടാല്ലേ? എന്റെ പേര് ഷാബു എന്നാണ്. കൊല്ലം കടക്കലാണ് സ്ഥലം. കടക്കല്. കാക്കാരിശി നാടകത്തിന്റെ സമിതി ഉണ്ട് എനിക്ക്. ശിവകലാ സമിതി തിരുവനന്തപുരം. അവിടെ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരാൻ, അതായത് കോമഡി ഇപ്പം സ്കിറ്റിലേക്ക് വന്ന് ഇപ്പം നമ്മളിങ്ങനെ നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വന്നല്ലോ. അപ്പൊ അതെന്താണ് അങ്ങനെ ടേസ്റ്റ് ഇതിലേക്ക് മാറാൻ കാരണം എന്താണ്? അല്ല, ഞങ്ങള് കാക്കാരിശി നാടകം ഇല്ലാത്തപ്പോ ജസ്റ്റ് സ്റ്റേജിൽ മിമിക്സിനൊക്കെ പോകും, കളിക്കാനൊക്കെ പോകും. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അല്ലേ ചെറിയ ചെറിയ പരിപാടികളൊക്കെ. അപ്പൊ അതിനകത്ത് എങ്ങനെ പോയിട്ട് അപ്പൊ അങ്ങനെ ഇതിനകത്തേക്ക് വരാൻ നല്ല താല്പര്യമായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അഖിൽ, ഷാബു. ഇനി അടുത്ത ആള് വിനോദ്. കടക്കൽ തന്നെയാണ്, അടുത്തടുത്താണ് വീട്. എന്താ ചെയ്യണത് ശരിക്കും? ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ടൊരു ബാക്ക് പെയിൻ വന്നു, പിന്നെ MRI എടുത്തു. അപ്പോഴത്തേക്ക് ഡിസ്കിനത്തെ പ്രശ്നം. അങ്ങനെ തൽക്കാലം ജോലി റിസൈൻ ചെയ്തു. അത് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ആ റെസ്റ്റിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ റെസ്റ്റ് സമയത്ത് നമ്മളെ കലാരൂപം പുറത്തെടുക്കാൻ വേണ്ടിട്ടല്ലേ അവര്? അതെ, ലീവ് എടുക്കാതെ വരാമല്ലോ. ഓ, ശരി. മറ്റേ ലീവൊക്കെ ചോദിക്കേണ്ടി വരുമല്ലേ? കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചതാണ്. ഒരു കുട്ടിയുണ്ട്, 9ാം ക്ലാസ് പഠിക്കുന്നു. എന്തായാലും ഗംഭീരമായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. വിനോദ്, ഷാബു, അഖിൽ, നിങ്ങൾ 3 പേരും നല്ല ഉഗ്രം പെർഫോമൻസ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ ഷാബുവിൻ്റെ ആക്ഷൻസ് ഒക്കെ വളരെ രസകരമാണ് കേട്ടോ. കാരണം വന്നതിന് ശേഷം ഇപ്പോൾ ഇവരാദ്യം തുടങ്ങിയ ഒരു വലിയൊരു ചടങ്ങിലേക്ക് വരുന്നത് ഇത് അറിയണ്ട, നമ്മൾ അറിയാത്ത രീതിയിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു. ആദ്യം ഷാബു വന്ന് കരച്ചിൽ തൊട്ടൊരു പരിപാടി അങ്ങ് തുടങ്ങി. നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റ്. ഷാബുവിൻ്റെ പെർഫോമൻസിന് നമുക്കെന്താ പറയുന്നത്, നല്ലൊരു കൈഡ്.
ഇത് ഫസ്റ്റ് വേദിയാണല്ലോ. അപ്പോൾ തുടക്കക്കാരെന്ന രീതിയിൽ നമ്മുടെ ഐറ്റം വെറയിൽ നിങ്ങൾ ഏൽപ്പിച്ച കർത്തവ്യം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുമെന്നുള്ളതാണ്. അഖിലിനൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ കേട്ടോ. കാര്യം ഓടി നടന്ന് ചെയ്യാൻ പറ്റിയ മോഡുലേഷൻ സൗണ്ടാണ്. പിന്നെ നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നല്ല രസമുണ്ട്. നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ഒരു ഇയാൾ കൊള്ളാം എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള അഖിലിൻ്റെ ആക്ഷൻസ് കൊള്ളാം. വിനോദാണെങ്കിലും വളരെ എന്താ പറയുക, ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് ഒരു മരണ വീട്ടിൽ ഒരിക്കലും യോജിക്കാത്ത കോസ്റ്റ്യൂമൊക്കെയാണ് വിനോദ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പവറായിട്ട് നടക്കുന്നത്. കാര്യം പുള്ളിയുടെ ഒരു ആഠ്യത്വം കാണിക്കാൻ വേണ്ടി പുള്ളി എപ്പോഴും പറയണ്ട എന്നൊക്കെ പറഞ്ഞൊരു ഞാൻ പറഞ്ഞ അങ്ങനെ ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു, നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ വന്നവരൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, പെട്ടെന്ന് തീർന്നു പോയാൽ നമ്മളതിനകത്ത് ലയിച്ച് വന്നപ്പോഴേക്കും തീർന്നു പോയാൽ അത്രയ്ക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസിലട്ടാ. ഭയങ്കര രസമുണ്ടായിരുന്നു. ബോഡി മാറിപ്പോയെന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് കൗണ്ടറുകൾ വന്നത് അത് ഭയങ്കര എല്ലാ കൗണ്ടറുകളും അടിപൊളിയായിരുന്നു. കാരണം ഈ മാറിയെടുക്കാനായിട്ട് കളിപ്പാട്ടമൊന്നുമല്ല, അങ്ങോട്ട് കൊണ്ടും പെട്ടെന്ന് മാറിയെടുക്കാനായിട്ട്. പിന്നെ ഇവരെ ഇത് കാണിക്കാതെ മറവ് ചെയ്യണം, അത് ഗംഭീര പരിപാടിയാണ് കേട്ടോ. 3 പേരും അതിലേക്കുള്ള ജോയിന്റ് കിടിലിനായിരുന്നു. കാരണം അവസാനം ഒരു മാർഗം കണ്ടെത്തി. കാരണം ഇവർക്കൊരു രോഗമുണ്ട്. കാരണം രോഗത്തിന്റെ പേരെന്താണ്? ഉൾപ്രേഷ ആംബുലൻസ്. അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാളെന്ന് വിചാരിക്കുക. എനിക്ക് തോന്നി ഇത് പെട്ടെന്ന് തീർന്നു പോയോ എന്നുള്ളൊരു എന്താ പറയണത്, നമുക്കൊരു സന്തോഷം വന്ന് പെട്ടെന്ന് ശരിക്കും അങ്ങനെ നിർത്തുന്നത് കറക്റ്റാണ്. കാരണം ഒരാകാംക്ഷയോട് നിർത്തുന്നത് എപ്പോഴും സിനിമക്കായാലും സീരിയലായാലും നാടകമായാലും അത് വേണം. അത് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അത് ഇനിയും കാണാനുള്ള ഒരു ത്വരയുണ്ടായിരുന്നു. അപ്പോൾ 3 പേരും ഗംഭീരമാണ് കേട്ടോ. ഈ മണിക്കൂട്ടം പറയാനുണ്ട്. കാരണം ആദ്യമായിട്ട് വരുന്നതെന്ന് വിചാരിക്കുകയില്ല. കാരണം പെൺവേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ജാള്യതയൊക്കെ ഉണ്ടാകും. കാരണം ഫ്ലോറിലേക്ക് വരും. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സാധാരണ മിമിക്രിക്കാർ, പ്രൊഫഷണൽ മിമിക്രിക്കാർ എങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പ്ലേയിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഈ പ്രയത്നമാണ്. നിങ്ങളുടെ എന്താ പറയുക, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രയത്നമാണ്. ആ പ്രയത്നം 100% നിങ്ങൾ ചെയ്യും. ഇപ്പം നാട്ടിലെ കോമഡിക്കാർ എന്ന ഈ സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും ഓരോ വരുന്ന നമ്മുടെ ഈ പറയുന്ന പോലെ ആക്ട് ചെയ്യാൻ വരുന്ന ഓരോ കണ്ടസ്റ്റൻസ് അവരുടെ പെർഫോമൻസ് കാരണം ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് പ്ലാൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം 2-3 ഇത് കഴിയുമ്പോൾ പ്ലേ കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ടീമാണ് നിങ്ങളേത്. ഇപ്പം 3 പേരെ നിർത്തിക്കൊണ്ട് ഒരാളെ മാത്രം പറയുക അത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അഖിൽ ഭായ് എടുത്തു പറയേണ്ട കാര്യമുണ്ട് കേട്ടോ. കാരണം ഈ 2 ക്യാരക്ടറിൻ്റെ ഒരു ബ്രിഡ്ജിങ് ആണ് നിങ്ങൾ. ഇപ്പം ഈ വൈഫിൻ്റെ ക്യാരക്ടറും അതേപോലെ ആ പഞ്ചായത്തിലെ മെയിൻ ആളുടെ ബ്രിഡ്ജിങ്, ഈ ക്യാരക്ടർ നിങ്ങൾ പ്ലേ ചെയ്ത ഒരു രീതിയുണ്ട്. അവിടെ പോയി ഇവിടെ പോയി അത് തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ആക്ടിനെ കുറേ കൂടെ ഗംഭീരം. കാരണം ഇവിടെ മത്സരിക്കുന്ന ഒരു സ്കിറ്റ് പ്ലേ ഇല്ല, അതുപോലെ ഗംഭീരമാക്കി നിങ്ങൾ മാറ്റി. അതുകൊണ്ട് നേരത്തെ ബിച്ചോട്ടൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി, ആ മോഡുലേഷൻ ഗംഭീരമായിരുന്നു ആ ബ്രിഡ്ജിങ് ക്യാരക്ടറിന്. അതുപോലെ വൈഫായി വന്ന് ആ കരച്ചിലോട്ടെ പിടിച്ചു വരിക അതും ഗംഭീരമായിട്ട് ചെയ്തു. ആൻഡ് വിനോദ് ഭായ് മസിൽ പിടിച്ച് എന്താ മെമ്പറിൻ്റെ പേര്? ചന്ദ്രൻ. ആ ചന്ദ്രൻ ചേട്ടൻ എല്ലാ കാര്യവും നോക്കിയോളൂ. അപ്പോൾ ആ ഒരു പിടിച്ചു നിൽക്കുക. അപ്പോൾ ആ ക്യാരക്ടറൈസേഷൻ ഗംഭീരമായിരുന്നു. അത് നിങ്ങൾ മനോഹരമായിട്ട് ചെയ്തു. ഇനിയും നമുക്കിതുപോലുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള ആക്ടുകൾ, സർപ്രൈസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് വരിക, ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ബിജുകുട്ടാ, ഇനി നമുക്ക് മാർക്കിലേക്ക് പോവാം. ഫസ്റ്റ് ബിജുകുട്ടൻ. ഞാനൊരു 15,000 രൂപ വന്നേക്കാം. ഓക്കെ. മണിക്കൂട്ടാ? ഞാൻ ഒരു 14,000 രൂപ. 14, 15, 29,000 രൂപയായി. ഇനി ബാക്കി പ്രചോദനം കൊടുക്കണം. അതെ, ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഇനിയും പുതിയ സ്കിറ്റുകളൊക്കെ നിങ്ങളിന്ന് കാണാനുള്ളതാണ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു എമൗണ്ട് അങ്ങ് തരികയാണ് കേട്ടോ. ഇതാ പിടിച്ചു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഷാബു പറ. ഷാബു എന്തോ സങ്കടമാണോ സന്തോഷമാണോ? വളരെ സന്തോഷം സാർ. സന്തോഷമാണോ? നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അതല്ലേ? ഓക്കെ. അതായത് ഈ 50,000 രൂപ പ്രതീക്ഷിച്ചായിരുന്നോ നിങ്ങൾ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഒരു പ്ലാറ്റ്ഫോം മോഹിച്ചാണ് ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കളിക്കണമെന്ന് പറഞ്ഞ് മാത്രമാണ് വന്നത്. ഓക്കെ, നമ്മള് നന്നായിട്ട് കളിച്ച് പോരണം. അവിടെ നമ്മള് വേറെ നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല. ആ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾ കളിച്ചല്ലേ? പക്ഷെ അതങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഇങ്ങനെ തുക വർദ്ധിച്ചുകൊണ്ടിരിക്കും. സന്തോഷമാണല്ലേ? വളരെ ഹാപ്പി. ആ പ്രചോദനം ഒന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ നമ്മുടെ ഈ ഐറ്റം വരയിലെ
ഫസ്റ്റ് വേദിയാണ്. ആ വേദിയിൽ വന്ന് ഇത്രയും നല്ല മാർക്ക്, നമുക്ക് ടോട്ടൽ മാർക്ക് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് ഇത്രയും കിട്ടിയതിന് ഒരു നിറഞ്ഞ ഗൈഡ് ഇവർക്ക് കൊടുത്തേ പറ്റും. അത്രമാത്രം ഹാപ്പിയാണ് കേട്ടോ. അഖിലേ, അടിപൊളിയായിട്ടുണ്ട്. ഷാബു, എന്ത് തോന്നുന്നു ഷാബു? വളരെ സന്തോഷം, ഹാപ്പിയാണ്. പറ, സന്തോഷം പറഞ്ഞു തീർക്കും. ഞങ്ങൾക്കും അതൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷം. ഈ ഒരു പ്ലാറ്റ്ഫോം വരിക, പ്രചോദേട്ടൻ ഞങ്ങൾ അടുത്തുനിന്ന് നിൽക്കുക, അതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റൂല. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പറ ഷാബു, എങ്ങനെ തോന്നുന്നു ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് ആദ്യം ഒരു ഷോ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇന്നലെ റിഹേഴ്സൽ, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. ഓക്കെ, എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇവിടെ വന്നത് സ്കോർ ചെയ്യണം, ഇത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ വിശ്വസിച്ചോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒരു എമൗണ്ടിനെ പറ്റി ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ ഒരു വേദി കിട്ടണം, അവിടെ പോയി ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു, പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇപ്പം അത് വരാൻ പറ്റി, എല്ലാവരും കാണാനും ഈ ഫ്ലോർ കാണാനും ഒക്കെ പറ്റി. നമ്മൾ നല്ല സപ്പോർട്ടുള്ള ഓഡിയൻസ്, വളരെ സന്തോഷം. മണിക്കൂട്ടനും വിളിച്ചേട്ടനും എല്ലാവരും കണ്ടല്ലോ. അഖിൽ എന്ത് തോന്നി? അഖിലെ പറയൂ, സന്തോഷം. എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തതെന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. അല്ല, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം, കാരണം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചു. അതുപോലെ ഇവർ പറഞ്ഞതുപോലെ ചേട്ടനൊക്കെ ഇത്ര അടുത്ത് കാണുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. വളരെ സന്തോഷം വേദിയിൽ എത്തിയതിൽ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീംസിനെ തന്നെ കാണാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നപ്പോൾ നമുക്ക് ഒരു എൻട്രി കിട്ടി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഏത് ദിവസം ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു എൻട്രി കിട്ടിയല്ലോ ആദ്യമായിട്ട്. വളരെ ആഗ്രഹിച്ചൊരു വേദിയായിരുന്നു അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാ. താങ്ക് യു. അതിന്റെ മറുപടിയാണ് കിടക്കണം 50,000 രൂപ. അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങള് 50,000 കൂടുതലല്ലേ ചിന്തിക്കണത്? ഇനിയിപ്പോ ഇതിനൊരു പടി മേളിൽ നിന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ 3 പേരെയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ഇനിയും നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു. അഖിൽ, 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം ബിജുക്കുട്ട, മണിക്കുട്ട, നമുക്ക് സമയം കറക്റ്റായി കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ ഗംഭീരല്ലായിരുന്നു. നമ്മൾ പൊളിച്ചു. കില്ലിക്കട്ടനായിരുന്നു. അതെ, സിൽവറും ഗോൾഡും ഒക്കെ ഇനി വരാൻ പോകുന്നുള്ള അടുത്ത് വീണ്ടും അല്ലേ? അതെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ഗുഡ് നൈറ്റ്.